ശ്രീതു ഔട്ടായി എന്നുള്ള രീതിയിലുള്ള ചില ഔട്ടായിട്ടുണ്ടെങ്കിൽ ഔട്ടാവണല്ലോ എല്ലാവരും ഔട്ടായിക്കോട്ടെ. അതായത് ഏറ്റവും കൂടുതൽ സേഫ് ഗെയിം കളിക്കുകയും അതേ വലിയ കണ്ടൻസുകൾ കൊടുക്കാതെയും ഏറ്റവും കൂടുതൽ സമയം നിന്ന ഒരു വ്യക്തിയാണ് ശ്രീതു ശ്രീ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിനകത്തുള്ളപ്പോൾ എല്ലാവരും കണ്ടന്റ് കൊടുത്തവർ തന്നെയാണ് അതിനകത്ത് നിൽക്കുന്നത്. അതല്ല സേഫ് ഗെയിം കളിച്ച് നിൽക്കുകയാണെങ്കിൽ തന്നെ അതവരുടെ ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ എന്ത് ചെയ്യും, പാടില്ല എന്നൊന്നുമില്ല. ശ്രീധരൻ ശരിക്കും വെച്ചാൽ തമിഴ്നാട്ടിലുള്ള ഫാൻസ് കൊണ്ടാണ് വോട്ടിങ് വന്നതെന്നുള്ള രീതിയിൽ കിട്ടും. അതൊരു അത് അവരുടെ കഴിവ്, അവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലസ് പോയിന്റ്, അല്ലാതൊന്നും പറയാനില്ല. തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് കൂട്ടില്ല എന്നല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് വരുന്നുകൊണ്ടിരുന്ന പോസ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനെ വിന്നറാക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ശ്രീധരനെ ഇപ്പോൾ എവിക്ഷനിൽ പുറത്താക്കിയ രീതിയിലുള്ള കമൻറ്റ്. ഈ കമൻ്റ് ഇടുന്നവരൊക്കെ ഇതൊക്കെ എന്തറിഞ്ഞിട്ടായിരുന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആണ് സീരിയസ് ആയിട്ട്. കാരണം ഇവരൊക്കെയാണ് ഈ ഷോ ഡയറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഡൗട്ട്. കമൻറ്റ് ഇടുന്നവർ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് പറയാം, പലതും പറയാൻ പറ്റും. അതൊക്കെ റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളതൊക്കെ പുറത്ത് കാണുന്നവർ ഓഡിറ്റ് ചെയ്യും. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റാവാം, ചിലപ്പോൾ ശരിയാവും. പക്ഷേ ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് എടുത്തിട്ടാവും പറയുന്നത്. ഊഹാപോഹങ്ങളായിരിക്കാം പലതും. അത് മൈൻഡ് ചെയ്യാൻ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ എടുത്ത് കളയാൻ പറ്റുന്നൊരു ഷോ ഒന്നുമല്ല. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ സ്കേപ്പ് ബോട്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോസസ്സൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു. സെറ്റ് ബ്രോ. സന്തോഷം. എല്ലാവരും ഔട്ടാണല്ലോ. ചേട്ടാ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചേട്ടൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഭവത്തില്ലേ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് ചെയ്യുന്ന പരിപാടി ഇല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കയറലൊക്കെ കിട്ടും. അല്ല, ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. ചേട്ടൻ ഇതല്ല എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഭയങ്കര ടോക്സിക് ആയിരുന്നു. പക്ഷേ ചേട്ടൻ ഇറങ്ങിയിട്ട് അത് ഓവർ റിയാക്ഷൻ ഒന്നും കൊടുക്കാണ്ട് അതിനെ ഹാൻഡിൽ ചെയ്തൊരു ഇതായിരുന്നു. നമ്മളൊരു കമന്റ് ആയിട്ട് കണ്ടു. അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെ വരുന്നുള്ളത്. നമ്മൾ തന്നെ അതിന് പിന്നെ തെറി വിളിച്ചെന്താണെങ്കിലും തെറിയുള്ളൂ, അത് വേറെ കാര്യം. എനിക്കൊക്കെ ഫണ്ണാണ്, രസമാണ്. എത്ര കാലം ഉണ്ടാവും, ബിഗ് ബോസിൻ്റെ ഓളം കഴിഞ്ഞാൽ അത് പോയി, അത്രേ ഉള്ളൂ. ഭയങ്കര രൂക്ഷമായ ഭാഷയിൽ കളിയാക്കിയല്ലോ. അപ്പം ഞാൻ തിരിച്ച് കളിയൊക്കെ കണ്ടില്ലേ. ഇല്ല, അപ്പം നിങ്ങൾ അയാളെ അക്കൗണ്ട് മാത്രം ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വെരി ബാഡ്. ഞാൻ തിരിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ വെറുതെ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഈ സീസൺ ഏകദേശം എൻഡ് ആവാനായിരുന്നു. ഇതൊരു ബിസിനസ്സാണ്. സീസണിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് പഴയ സീസണിലുള്ളവരൊക്കെ ഒന്നുകൂടി എനിക്ക് എല്ലാവർക്കും വിസിബിലിറ്റി. ഒരു ബിഗ് ബോസ് സീസണിൻ്റെ എൻഡെന്നോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോൾ പ്രീവിയസ് സീസണിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഒരു വിസിബിലിറ്റി കിട്ടും. അതാണ് ഈ ഷോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊല്ലടി കൊല്ലുന്ന പോകണം അങ്ങോട്ട്. വീണ്ടും റോബിനെ കണ്ടതിൻ്റെ സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? റോബിന് അതൊക്കെ അത്രയേ ഉള്ളൂ. നാളെ ആരാരെ കണ്ടാലും അത്രയും സംഭവിക്കാൻ പോകുന്നുള്ളൂ. വേറെ ആയിട്ട് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാതെ എനിക്കങ്ങനെ ആരായിട്ടും ഒന്ന് രണ്ട് മൂന്നാളുകളുണ്ട്, അവർക്ക് ഉണ്ട് പെർസെൻറ്റേജുള്ള. അല്ലാതെ ഇവരോടൊന്നുമില്ല. ചുമ്മാ അപ്പം